ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ക്ലോക്ക് ഉണ്ടാവുമല്ലോ അല്ലെ, വാൾ ക്ലോക്ക്. അപ്പോൾ അത് നമുക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഏത് സാധാരണക്കാരനും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളാക്കണം. 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിട്ടിരിക്കുന്ന ഒരു ക്ലോക്കായിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, ഡെഡാണ്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാം വീടുകളിൽ കംപ്ലൈൻ്റ് ആയ ക്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അതിൻ്റെ ബാക്കിലുള്ള ഒരു 4 സ്ക്രൂ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിലതിന് ഇതുപോലെ ഉണ്ടാവില്ല, ബാക്കിൽ കവർ ഉണ്ടാവില്ല, മെഷീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രണ്ടിൽ ഒരു നട്ട് ഇട്ടിട്ടായിരിക്കും മെഷീൻ മുറുക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മിനിറ്റ് സൂചിയൊക്കെ എടുത്തിട്ട് സെക്കൻഡ് സൂചിയൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു കവറിങ് വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്ലാസ്സൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഗ്ലാസ്സിന് വേണ്ടിയിട്ട് അതവിടെ ഒരു 4 സ്ക്രൂവും കൂടി ഇട്ടിട്ടുണ്ട്. ആ സ്ക്രൂവും കൂടി അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ക്ലോക്കുകളും പല ക്ലോക്കുകളും ഉണ്ടാവും. നമുക്ക് കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഉപേക്ഷിച്ചിട്ട് വേറെ വാങ്ങുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പൈസ പോലും ചിലവില്ലാണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇതിൽ 2 തരം രീതികൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് 100% സക്സസ് ആവുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ആ ഗ്ലാസ് ഊരിയെടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ സൂചി ഇതൊക്കെ നീഡിൽസൊക്കെ ഊരിയെടുക്കാം. മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയൊക്കെ ഊരിയെടുക്കാം. ഇതുപോലെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരി വരുന്നതാണ്. 2 ഊരി. ഇനിയിപ്പോൾ നമ്മൾ ആ മണിക്കൂർ സൂചി ചിലപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റെടുത്തിട്ട് ടെസ്റ്ററോ മറ്റെടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഊരി വരും. അപ്പോൾ നമ്മളതും ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെഷീൻ. അപ്പോൾ ഇത് 2 വർഷമായിട്ട് ഉപയോഗിക്കാത്തപ്പോൾ ചെറുങ്ങനെ പൊടിയൊക്കെ ഉണ്ട്. ഒന്നും കൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ലോക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് നോക്കണം. അതുപോലെ ആ ബാറ്ററി കോൺടാക്റ്റും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. അവിടെ ചിലപ്പോൾ തുരുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ നമ്മുടെ ബാറ്ററിയൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് പുതിയ ബാറ്ററി എടുത്തിട്ടാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം മെഷീൻ ഡെഡാണ്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇതുപോലെ 2 ക്ലിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൈയിൻ്റെ നഖം കൊണ്ട് തന്നെ ഒന്ന് മെല്ലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അധികം ബലം പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി പോകും. അതുകൊണ്ട് ആ ക്ലിപ്പൊന്ന് മെല്ലെ വിടർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 സൈഡിൽ ക്ലിപ്പ് പിടിച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് ഊരി വന്നു. സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അതിൻ്റെ വീല് 3 വീല് അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്യൂസർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ ട്യൂസർ ഉള്ളതുകൊണ്ട് ചെയ്യുന്നുള്ളൂ. അത് അങ്ങനെയാണ് വരിക അതിൻ്റെത് കേട്ടോ. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ വീലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊന്നും അനങ്ങുന്നില്ല. നമ്മൾ ബാറ്ററിയൊക്കെ ഇട്ട് നോക്കി, ഒരു അനക്കവും ഇല്ല. അപ്പം നമ്മൾ ബാറ്ററി ഒന്ന് ഊരി നമുക്കത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയത് 100% നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെക്നീഷ്യന്മാർക്കൊക്കെ ഇത് അറിയുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കോയിലും ഐസിയൊക്കെ വരുന്ന ആ ബോർഡ് അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന ഒന്നാമത്തെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഈ വീലുകളിലൊക്കെ എന്തെങ്കിലും പൊടികളൊക്കെ കുടുങ്ങിയിട്ട് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമുക്കൊരു ബ്രഷൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇതുണ്ട്, ഈ ബാറ്ററി കോൺടാക്റ്റ് വരുന്നുണ്ടല്ലോ, നമ്മൾ ഈ IC ബോർഡിലേക്ക് വരുന്ന ആ ബാറ്ററി കോൺടാക്റ്റ്, അവിടെ ക്ലാവ് പിടിക്കുന്ന ഒരു പ്രശ്നം സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ അത് നമ്മളതൊന്ന് ചിരണ്ടി ഒന്ന് വൃത്തിയാക്കണം. ആ ബാറ്ററി കോൺടാക്റ്റ് വരുന്ന ആ ഭാഗം ഒന്ന് ചിരണ്ടി വൃത്തിയാക്കണം. അവിടെ കണക്ഷൻ ശരിയായ രീതിയിൽ കിട്ടാതാവുമ്പോഴാണ് അധികം ഒരു 60% കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ക്ലോക്കിൻ്റെ പ്രശ്നം ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കോൺടാക്റ്റ് ഒന്ന് നല്ലപോലെ ഒരു നൈഫ് അവൻ്റെ എടുത്തിട്ടൊന്ന് ചിരണ്ടി ആ കൊറോഷനൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുക. വീലിൻ്റെ മുകളിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു സാധാ ബ്രഷ് ഉണ്ടല്ലോ, നമ്മളെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് അതേപോലെ പൊടിയൊക്കെ കുടുങ്ങിയിട്ട് ഈ വീല് സ്റ്റക്കായി പോയിട്ടും ചിലത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്ത രീതിയിൽ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. പിന്നെ വരുന്നൊരു കംപ്ലൈൻറ്റ് ഇതാണ് വരുന്നത്, ഈ കോൺടാക്റ്റിൽ ഇത് കുടുങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ആ ഉള്ളിലെ വീല് അഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊടി ഒടിക്കാൻ വേണ്ടിയിട്ട് പൊടി ഒടിച്ചിട്ട് നമ്മൾ ഇനി അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അത് ആ വീല് നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. വീല് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്, വീല് തിരിഞ്ഞു പോകരുത്. അപ്പോൾ അടിയിലൊരു വീല് വരുന്നുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് അത് മറ്റൊരു വീല് വരുന്നുണ്ട്, അതിൻ്റെ ഈ അടിയിലിട്ട വീലിൻ്റെ മുകളിൽ തന്നെ വേറൊരു വീലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പിൽ ഇതാക്കി വെച്ചിരിക്കുകയാണ്. ആ ക്ലിപ്പൊന്ന് മെല്ലെ ഇതാക്കിയിട്ട് നമുക്ക് വലിച്ചെടുത്താൽ മതി. ഉണ്ട്, അവിടെയാണ് ഒരു ക്ലിപ്പ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ ഇതിന് വേണ്ടിയിട്ടാണ് പലരും ക്ലോക്ക് നമ്മൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് കളയുന്നത്. നമുക്ക് ഇനി ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ആദ്യം നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലോക്ക് വർക്ക് ചെയ്യാത്ത സമയത്ത് ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നം വരും. ബാറ്ററി കോൺടാക്റ്റും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ബാറ്ററി മേടിച്ചിട്ട് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ക്ലോക്ക് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ആ വീലൊക്കെ കൂടി ഒന്ന് ഇട്ട് നോക്കാം. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത്. സാധാരണക്കാർക്ക് നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ടെക്നീഷ്യന്മാർക്കൊക്കെ ഇതെല്ലാം അറിയുന്നതായിരിക്കും. സാധാരണക്കാർക്ക് മാത്രമല്ല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, അത് നമ്മൾ ബാറ്ററി ഇട്ട് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട്, നമ്മളിതിൻ്റെ കവറ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. ഇനി നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ സെക്കൻഡ് സ്വിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് നോക്കാം. ഉണ്ടോ, നമ്മുടെ ക്ലോക്കിൻ്റെ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ടാണ് പലരും ക്ലോക്ക് കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേന് ഉപേക്ഷിച്ചിട്ട് വേറെ ക്ലോക്ക് വാങ്ങുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വരലുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരലില്ല അതിൻ്റെ അകത്ത്. ഇനി നമുക്കൊന്ന് നമ്മളെ ക്ലോക്കിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ യുക്തി പോലെ ഓരോ ക്ലോക്കിനും ഓരോ രീതിയിലാണ് അഴിക്കുന്നത് എന്ന് മാത്രം. ഇപ്പോൾ ഇതിൻ്റെ രീതി ആയിരിക്കില്ല വേറെ ക്ലോക്കുകൾ അഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ സ്ക്രൂ ഒക്കെ ഉണ്ടാവും. ഗ്ലാസ്സൊക്കെ അഴിച്ചെടുക്കുന്നതിൻ്റെ അവിടെ സ്ക്രൂകൾ ഉണ്ടാവും. ശ്രദ്ധാപൂർവ്വം അഴിച്ചെടുക്കുക. ഇതിന് ബാക്കിലൊരു കവർ വരുന്നുണ്ടല്ലേ, അത് എല്ലാ ക്ലോക്കിനും ആ കവർ ഉണ്ടാവണമെന്നില്ല. ചിലതിന് ആ മെഷീൻ മുമ്പിലൊരു നട്ട് വെച്ചിട്ടായിരിക്കും മുറുക്കിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ നട്ട് അഴിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മളെ കാശിക്കുട്ടനും ക്ലോക്ക് നന്നാക്കുന്ന പഠിക്കുന്നുണ്ട്. ഭാവിയിലേക്ക് ക്ലോക്കൊക്കെ റെഡിയാക്കാൻ ഇനി കാശിക്കുട്ടനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ക്ലോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ക്ലോക്ക് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു പൈസ പോലും ചിലവാക്കാതെ നമ്മുടെ ക്ലോക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയൊക്കെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. ഒരു 3ൻ്റെ നേരെ മറ്റേ മണിക്കൂർ സൂചി വെക്കുക, എന്നിട്ട് 12ൻ്റെ നേരെ മിനിറ്റ് സൂചി വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മെഷീൻ നമുക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്പെയർ പാർട്ട് ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയെടുത്തിട്ടാൽ മതി. അതിന് 40 രൂപ വില വരുന്നുള്ളൂ.